നമ്മുടെ ഗാങ്ങിൽ ഫുള്ള് കോമാളിയാണ് എന്ന് സൈഡിൽ തൂറിയിടുക അക്കൂറിൽ കൈപ്പിക്കും വീഡിയോ ആയിരുന്നു. പോയി നോക്ക്, അപ്പൊ കിട്ടും ഒരു കോമാളീനെ. കോമാളീനെ എന്താ എന്താ നമ്മുടെ ഫാമിലിയിൽ എന്തിനാ കോമാളീനെ എടുത്തേക്കണേ? നിനക്ക് കോമാളീനെ ആവശ്യമുണ്ടെങ്കിൽ നീ കണ്ണാടി പോയി നോക്ക്, അല്ലെങ്കിൽ കക്കൂസിലെ വെള്ളം അല്ലെ കാളടിക്കൂടാ. ഒന്ന് പോയാ തീർത്ഥം. എടാ കോമാളീനെ ജെന്നക്സിന്റെ അച്ചോടുന്ന കേൾക്കണേ. ജെന്നക്സ് എവിടെ ഇതില്? ഉസ്മാനൊക്കെ വളർന്നോ? വല്ലാണ്ട് വലുതായി വളർന്നു. ഉണ്ടെങ്കിൽ കക്കൂസിലെ വെള്ളത്തിലോട്ട് നോക്കാം, അപ്പൊ കിട്ടും കോമാളീനെ. മനസ്സിലായോ? സ്വന്തം നോക്കുക, കണ്ണാടി പോയി നോക്ക്, മനസ്സിലായോ? എടാ ഇവിടെ തലച്ചോറുള്ള ആരുമില്ലേ? ഉസ്മാനൊക്കെ ഏതാടാ? ഉസ്മാനൊക്കെ അങ്ങ് വലിയ ആളായില്ലേ? എന്തൊരു മനുഷ്യനാ. ഉസ്മാൻ, ജനു, പപ്പു, ടർബോ എല്ലാം ഉണ്ട്. അതൊന്നു വീഡിയോ എടാ ആർക്കെങ്കിലും ഇതില്ലാത്തുണ്ടോ? ഗണ്ണില്ലാത്തുണ്ടോ? അല്ല എന്താ സിറ്റുവേഷൻ എന്താ പറഞ്ഞാണ്? അലക്കല്ലേ ഒരുത്തം പറ. ഒരാളടാ കുണ്ണാളെ, ഒരാള് പറ. സെല്ലിലിട്ടിട്ട് ഒരുത്തം വന്ന് എന്റെ അടുത്ത് ചോദിക്കാണ്, നിന്റെ കുടുംബത്തിൽ കോമാളി ഉണ്ടോന്ന്. നിന്റെ എന്റെ മോറിന് വരണം തോന്നുന്നു. ഞാൻ ഒന്ന് ഷൗട്ട് കമ്മിയാക്കാനടാ, ഷൗട്ട് കമ്മിയാക്ക്. ഒരുത്തം വന്നിട്ട് ഷൗട്ട് കമ്മിയാക്ക്, ഷൗട്ട് ഇപ്പൊ കമ്മിയല്ലേ? അല്ലല്ല, ആ മൈക്ക് തൊള്ളയിന്ന് ഇറക്കിട്ട് സംസാരിക്കും. അയ്യോ എന്തൊരു ഒച്ചപ്പാടാണ് അതിന്റെ. ഒരുത്തം വന്നിട്ട് ചോദിക്കാണ്, നിന്റെ കുടുംബത്തില് കോമാളി ഉണ്ടോടാന്ന് എന്റെ അടുത്ത് സെല്ലിലാത്താക്കിയതിന് ശേഷം വെറുതെ വന്ന് ചോദിക്കണം. എന്നിട്ട് എന്താ ഇവൻ എന്റെ മോറിനിട്ട് ഒരു ഇടി നന്നിട്ട് പറയാൻ ബഗ്ഗായി ഇടിച്ചതാന്ന്. അവൻ ബഗ്ഗായി ഇടിച്ചതല്ലാന്ന് എനിക്കറിയാം, അറിഞ്ഞുകൊണ്ട് ഇടിച്ചതാണ്. അല്ല, നമുക്ക് ബഗ്ഗായിട്ട് അടിപ്പിക്കാം. നമുക്ക് പോയിട്ട് ബഗ്ഗായിട്ട് അടിക്കാം. അല്ല, സാറെ പേര് ചോദിച്ചാ നീ? സാറിന്റെ പേര് ഒരു ബ്രൗൺ കളർ മുടിയുള്ള ഫാമിലിയില് കോമാളികളാന്നൊക്കെ പറഞ്ഞു. ആരൊക്കെ ഇത് എന്തിന്റെ കണ്ടിന്യൂഷൻ? ഇത് ഞാൻ പറഞ്ഞുതരാം. ഇമാർക്ക് നമ്മള് രണ്ടുപേരും അവസാനം വന്ന് മറ്റേ DH-നെ കേറ്റിയില്ല. ഇവർക്ക് പറ്റത്തില്ല, 3-4 പേരെ കയറ്റാൻ പറ്റത്തില്ലെന്ന് മെഴുകുമെന്ന് അറിയാം. എന്നിട്ട് ഇമാര് കരഞ്ഞ് പിന്നെ നമ്മൾ 4 പേര് വെച്ച് കളിപ്പിച്ച് എന്നിട്ട് നമ്മള് പോയി ചത്ത് എണീറ്റ് വന്നപ്പോ ഇവൻ വന്നിട്ട് മറ്റേ മാസം എന്നൊക്കെ പറഞ്ഞിട്ട് ഇമാര് ചുമ്മാ ഇങ്ങോട്ട് താളം, നമ്മുടെ അടുത്ത് ഒന്ന് താളം തുടങ്ങിയ അമ്മമാര് എന്റെ ഇങ്ങോട്ട് ഓടിപ്പോയി. ഞാൻ നിന്ന് സാറേ അറിയണ്ടായതാണ്. ഇവൻ പറഞ്ഞ കുറെ മാസം കാണിക്കാൻ വരില്ലേ നീ എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് താളം പറഞ്ഞു. ഞങ്ങൾ തുടങ്ങി. പിന്നെ എന്നെ ചുമ്മാ കഫ് ചെയ്ത് പുറത്തങ്ങ് വെക്കുക, ചുമ്മാ അമ്മര് വെറുപ്പിക്കാൻ വേണ്ടി കഫ് ചെയ്ത് ചുമ്മാ അവിടെ വെക്കുക. അല്ല, നമ്മുടെ ഫാമിലിയിൽ കോമാളി ഉണ്ടോന്നുള്ളത് അങ്ങനെയാണെങ്കിൽ അവന്മാർക്ക് കാണിച്ചു കൊടുക്കാം. ഇല്ല, ബാക്കി ആൾക്കാരൊക്കെ ഇവിടെ എത്ര പേരുണ്ട് റെഡിയില്? ഗണ്ണൊക്കെ തരുമോ? ഗണ്ണൊക്കെ പോയി കണ്ണൊക്കെ എടുത്തോണ്ട് കാവലാണ് കാട്ടി. എടാ, ഇപ്പൊ എത്ര പേരുണ്ട് റേഡിയോയില്? ബുള്ളറ്റ് വേണോ? എടാ ബുള്ളറ്റിന് ഇങ്ങോട്ട് വരണ്ടേ? ഹലോ ഇതവിടെ പറ. ബുള്ളറ്റ് ഇല്ല നമ്മളില്. അപ്പൊ വാങ്ങാൻ എവിടെ പോകണ്ടേ? സാറാണോ നമ്മളെ ഫാമിലിയില് കോമാളികളുണ്ടോന്ന് ചോദിച്ചത്? നമ്മളെ 4 പിള്ളേരെ സാറുമാരൊക്കെ കൊണ്ടുവരുന്നു അപ്പൊ നേരത്തെ DH അടിക്കുന്നതിന്റെ ഇടയില്. ഇല്ല, അല്ല സിറ്റിസൺസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ഫാമിലിയിലുള്ള ആൾക്കാര് കോമാളികളാണോ എന്ന് ചോദിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു നിങ്ങക്ക്?
ഹലോ നിങ്ങളുടെ കൂടെ ഉള്ളമാര് പറഞ്ഞായിരുന്നു. ഹലോ എവിടെ പോകുന്നു വണ്ടി എടുത്ത് എവിടെ അടുത്ത് പോകുന്നു? കോമാളി എന്തൊരു കോമാളിയാടാ നീ. പോയി ആ ഇതായി വീഡിയോ മായി വന്നു. എടാ എല്ലാരും മുതുക്ക് പമ്പ് വാ ഒരു മിനിറ്റ് കേറി ഇല്ല അവൻ കത്തി എടാ കോമാളിടാ എന്തൊരു കോമാളിയാടാ നീ. കോമാളിയാടാ സാറേ ഞാനാരെ പറഞ്ഞില്ല സാറേ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല സാറേ. ഇതൊരു കോമാളിയാടാ നീ. കേറി ആരാള മാക്കെ വന്ന് വണ്ടി കയറി മാക്കെ ഈ വണ്ടി മാക്കെ ഈ വണ്ടി കയറി ഏത് വണ്ടിടാ? അലക്കല്ലേ റേഡിയോയിൽ കിടന്ന് അലക്കല്ലേ ഞാൻ നമുക്ക് അടിക്കാൻ പറ്റില്ല. നമുക്ക് ഇവിടെ മണ്ടയ്ക്ക് ടയർ അടിക്കാൻ പറ്റൂല. ലെഫ്റ്റില് കുത്തിച്ചേക്ക് എവിടെയെങ്കിലും വന്ന് കുത്തി നമുക്ക് ടയർ അടിക്കാം. വണ്ടി ഒരു ദിവസമല്ലാതെ മാക്ക് തിരിച്ചു വാ ഒന്ന് പമ്പ് വേണം. എല്ലാം ഭയങ്കര കൺഫ്യൂഷൻ ആണ്. സംഭവം പമ്പിലുള്ള വണ്ടീനെ നോക്കടാ. പമ്പ് എല്ലാരും തിരിച്ച് മേലെ പോയി. ഫ്ലഫി ഇവിടെ ഇറക്കി തരാം. ഇവിടെ പമ്പ് വരുമോ? ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇറക്കി തരാം. ഒരു മിനിറ്റ് അവിടെ അങ്ങനെ പറയല്ലേ, വെയിറ്റ് ചെയ്യ്. ഫ്ലഫിന്റെ കോൾ വെക്കിട്ട് ഫഫിന്റെ കോൾ അവിടെ ആയിരുന്നു ലാസ്റ്റ് പറഞ്ഞത്. ഒരു വണ്ടി കുത്ത പപ്പടത്തിന്റെ വണ്ടി ആരാന്നൊക്കെ ഇവിടെ ഇറങ്ങിക്കോ നീ അവിടെ കുത്തുവാണ്. നീ പറഞ്ഞിട്ട് ആദ്യം പറഞ്ഞിട്ട് കുത്തല്ലേ, നമ്മള് മൊത്തം താഴെ. അത്ര ലോങ് പോവല്ലേ, വണ്ടിയുടെ അത്ര ലോങ് പോവല്ലേ. കേറി മാക്കെ ഇറങ്ങണ്ടായിരുന്നു. ഇവനെ മാത്രം നോക്കിയാ മതി. ഇവനെ മാത്രം നോക്കണ്ടേ. അവന് ടയറൊന്നും ഇല്ല. അവനെ മൂലം കെട്ട്. ആകാശം പോയടാ. കാണുന്നുണ്ടോടാ? അയ്യോ ഇറങ്ങല്ലേ മാക്കെ കേറി കീബൈൻഡ് മാറ്റി വെച്ചിരിക്കുക. രണ്ടിലമർത്തുമ്പോ താഴെ പോകും. വെയിറ്റ് മാക്കെ ഇറങ്ങല്ലേട്ടാ. മാക്കെ വാ റിട്ടോ ബെൽറ്റ് ഇടേ ഷേക്ക് ആർമർ അടിക്കും. ഷേക്ക് ആർമർ അടിച്ചു അപ്പാർട്ട്മെന്റ് വേണം.
ഞാൻ പറയണേക്ക് അപ്പാർട്ട്മെന്റ് അകത്ത് അപ്പാർട്ട്മെന്റ് അകത്ത് കുത്തിക്ക് ഇവനെ എടുക്കാം എല്ലാരും പറഞ്ഞേ കുത്തിക്കോണേ ഇറങ്ങി കളിച്ചോ താഴെ വണ്ടി പറഞ്ഞു കിടക്കുന്ന അടിക്ക് പറ്റി നോക്കണം അടി ഞാൻ പറയാം ബാക്കിൽ വരുന്നുണ്ടെ ഞാൻ പറയാം ജെട്ടിയിലുണ്ട് ജെട്ടിയാണ് അവന്മാര് ജെട്ടിയാ നമ്മുടെ വണ്ടി ജെട്ടി നിൽക്കുന്നതാരാ മാക്കേ നമ്മുടെ വണ്ടി ഉണ്ടോ ജെട്ടിയിൽ ഹലോ ഇല്ല നമ്മളെ വണ്ടി ജെട്ടിയിലുണ്ടോ അങ്ങോട്ട് അടിക്കാൻ പറ്റുമെങ്കിൽ അങ്ങോട്ട് അടിയടാ അവനെ ഇറങ്ങി അടിക്കണം നമ്മളൊന്ന് അവിടെ മാറാ കേറ് നിങ്ങൾ അവിടെ തന്നെ കളിക്കണോ നിങ്ങള് റിപ്പയർ ആയിട്ട് വരാം വെയിറ്റ് ഇനി എന്തായാലും അമ്മ ഹോൾഡ് ചെയ്തേ ഉള്ളൂ നമുക്ക് റിപ്പയറിന് സമയമുണ്ട് എല്ലാരും റിപ്പയർ വരുമോ താഴെ തിരിച്ചു വരാം എല്ലാരും റിപ്പയർ ചെയ്യണമല്ലോ റിപ്പയർ റിപ്പയർ ചെയ്യുന്ന ടൈമിൽ അവര് കുത്താൻ ചാൻസ് ഉണ്ട് റിപ്പയർ ഞാൻ ഇറങ്ങി റിപ്പയർ ചെയ്ത വണ്ടികൾ ഇറങ്ങി നിൽക്കും പറ്റുമെങ്കിൽ ഇറങ്ങിന്നോ ടയറൊക്കെ അടിച്ചു വിട്ടോ വെറുപ്പിയെ ഓരോരുത്തരോരോ പതുക്കെ റിപ്പയർ ചെയ്ത് പോയാൽ അത് സീനില്ല തലപ്പതി മാക്കേ വാ തിരിപ്പോ മാക്കേ കറക്ക് ആളുടെ ഫ്രണ്ടിൽ പോയി നിന്നാലേ കിട്ടത്തുള്ളൂ റിപ്പയറിന്റെ ആളുടെ ഫ്രണ്ടിൽ പോയി നിൽക്കണം ഫ്രണ്ടിൽ പോയി നിർത്തി കുത്തണം ഇയാളുണ്ടോ വീഡിയോ വന്നേ നിർത്തുന്നതിന് മുമ്പ് എന്തിനാടാ കുണ്ടകളെ ഇറങ്ങുന്നത് കുണ്ടകളെ എന്നെ കിക്കാക്കാൻ ഓരോ ഉമ്പന്മാര് കൊല്ലണം കൈസുവന്മാരെല്ലാം പറയാതെ എന്തിനാ ഈ വണ്ടിന്ന് ഇറങ്ങണത് വണ്ടി ഫിറ്റ് ചെയ്തോണ്ടിരിക്കല്ലോ അവിടെ ഇനി 5 ഓൺ ആവൂല കേട്ടോ ഇനി നാളെ 5 വരുള്ളൂ മണ്ടന്മാര് അതിന് അടിച്ചങ്ങനെ മുട്ടമണി നീച്ച് നിൽക്കുകയാണേ അങ്ങനെ റങ്ക ഇങ്ങ നിൽക്കുകയാണ് അടിച്ചണം എന്ന് കരുതിങ്ങാണ്ട് അതാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം ജയിച്ചണം എന്നല്ല അടിച്ചണം എങ്ങനെയും അടിച്ചണം അത്രേ ഉള്ളൂ നമ്മളാട്ടെ എൻ്റെ ഇതൊന്നും ഓണല്ല കേട്ടോ അത് വേറെ കാര്യം പിടി ദൂരെ കഴിഞ്ഞ മയില് ഊമ്പിക്കല്ല് തന്നെ കഴിഞ്ഞടാ കഴിഞ്ഞ എടാ നാക്ക് കുണ്ണേ അണ്ടിയില്ലാത്തോനെ വെയിറ്റ് അലക്കല്ലേ ആരാ നോക്കിട്ട് ആരാ എടുത്ത് മാറ്റിടും ഹലോ മാഡം ആണത്
ഹലോ മാഡം, ഹലോ സാറല്ല, നീയാണത് ശരിക്കും 5 സ്റ്റാർ ഡൂനെത്തി. എടാ ഞാൻ എന്താക്കണടാ, എന്നെ വീഡിയോ കിക്കാക്കി വിട്ടില്ലടാ. എന്താ ഞാൻ ഇവിടെ 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 എടാ ഒരു കൂട്ടം കോമാളികൾ കിടക്കുന്നടാ, ഒരു കൂട്ടം കോമാളികൾ. ആ പറ. ഞാനല്ല തലവധി ഇറങ്ങിയത്, നിങ്ങൾ കിക്കായത് ഞാനൊന്നുമല്ല. ആ പറ പറ. 5 പിക്ക് അങ്ങ് തൂക്കിയില്ലേ, 5 പീഡി അങ്ങ് ഫണ്ണി. നീയാ എപ്പ ഇപ്പളാ? നിന്റെ ഈ കിൽ ഗ്രീഡി കൊണ്ടാടാ കുണ്ണെ ഞാൻ ഇറങ്ങി പോയത് പുറത്ത്. പിന്നെ ഞാനല്ലല്ലോ അതിന് ഇറങ്ങിയത്, തലവധി ഇല്ലേ വീഡിയോ കിക്ക് വന്നത്. ഞാനൊന്നല്ല തലവധി. ഇമ്പോണ്ട് ചെയ്യണം, കഥ പറയണം, പ്രോസസ് ചെയ്യണം, വെറുതെ കൊണ കഴിഞ്ഞോ ബ്രോ? ഇവന്റെ കോമാളികളെ കണ്ടോ? എടാ ഇവനൊന്നും മാറ്റിയിടാൻ കഴിയുന്നില്ല, ഇവനെ കാണുന്നില്ലല്ലോ, പൗതി ഭൂമിന്റെ അടിയിലായിരുന്നല്ലോ. അവിടെ കിടക്കട്ടെ, പൂന്ന് കിടക്കട്ടെ. ഇവനെയൊക്കെ പൊക്കിട്ട് പിന്നെ മാക്കി കൈവില്ലാത്തവന്മാർ എന്തിനാടാ പിന്നെ കൊണക്കുന്നേ? ഉമ്മാര് ഗ്യാങ് ആയോ? മൊണ്ണകളെ കൊണ്ട് തോന്നി. കൊറേ നാളായി നമ്മുടെ പിള്ളേരെ ടാർഗറ്റ് ചെയ്യുന്നമാര്. ബാബാ കല്യാണം മാത്രമുണ്ട് മാന്യനായിട്ടുള്ള കേട്ടോ സാറന്മാരെ. ഇവന്മാർ സ്പെഷ്യൽ പീഡിയാണ്. അല്ല അപ്പൊ ഇവന്മാരെ ഡിപ്പാർട്ട്മെന്റ് ഒന്നും അല്ലേ? എന്ത് കക്കൂസ കഴിക്കുമ്പോ അല്ല ആരാ താഴത്തുള്ള മാത്രാണോ കോണ? പപ്പു മാത്രല്ലല്ലോ, വേറെ ആരല്ല. നമ്മളെ പിള്ളേരെ ഫുള്ളൊന്ന് പൊക്കാൻ പറ. EMSനോട് ഇങ്ങോട്ട് മുതുക്കിൽ വരാൻ പറ. കൈവില്ലടാ മേക്കെ, വിട്ടേക്ക് വിട്ടേക്ക്. ഇവന്മാരെ കത്തിക്കാൻ പറ്റൂലല്ലോ. നമ്മളാരൊക്കെ ഉള്ളത്? നമ്മളാരൊക്കെ ഡൗൺ ആയത്? മിന്നലും പിന്നെ കുറച്ച് പപ്പടം. അവൻ ഡൗൺ ആയവരുണ്ട്, ഡൗൺ ആയവരുണ്ട്. മിന്നൽ എങ്ങനെയാ നോക്ക് പോയി ചത്തേടേ? ഏത് വഴി പോയി? ഞാൻ പറയട്ടെ, യുമാർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ശിക്ഷ എന്താണോ? 1 മണിക്കൂർ കുളിപ്പിക്കുക അവിടെ ഇട്ടിട്ട് പൊക്കാൻ സമ്മതിക്കണ്ട. ഇതൊക്കെ ജയിലില് 15-20 മിനിറ്റ് ജയിലിൽ തോന്നിയാസം കാണിക്കുന്നത് ജയിലിട്ടിട്ട്. അക്സെപ്റ്റ് ഒക്കെ. മിന്നലേ, മിന്നല് പോയാ കണ്ണൊക്കെ തേച്ചിട്ട് എല്ലാവരും ഹെൽമെറ്റ് ഇട്ട് അടിച്ചിട്ട് വരുന്നത്. എടാ മറ്റേ പോലീസ് ഓഫീസർ ബ്രൗൺ നിനക്കൊണ്ട് ഇങ്ങനെ കിടന്ന് ഞാൻ ഒരു കാര്യം പറയട്ടെ പീഡി സാറേ, ഞാൻ ഒരു കാര്യം പറയട്ടെ. പീഡി സാറോ? പീഡി മണ്ണ പക്ഷേ ഓർക്കണം ഇങ്ങനെ പുഴുത്ത് കിടക്കുന്നു. കിടക്കുന്ന വായ പൊളിച്ച് 3 മണിക്ക് കഞ്ഞി എടുക്കട്ടെ, കഞ്ഞി എടുക്കട്ടെ. അടിക്കാൻ പറ്റാത്തോണ്ടാ സേഫ് സോൺ ആയിപ്പോ. ഇപ്പൊ കിടക്കുന്ന നീ വായ ഓർന്ന് നടക്കുന്നുണ്ടാ? നിന്നല്ല, നിന്നോട് അപ്ലൈ പറഞ്ഞ നിന്നെ അപ്പൊ കിട്ടിയാ നിന്നെ പണി വിടുന്നു. നീ സേഫ് സോൺ കടന്ന് താളം വിട്ടല്ല നിന്റെ കൂടെ ഉള്ളമാരപ്പം കോമാളി. ഇവിടെ കുറച്ച് പവർ ആയിപ്പോ മനസ്സിലായി, അതിന്റെ പേരിൽ മാത്രമാണ് നീ കിടന്ന് ഒരു 10 ആളങ്ങ് കേറുമ്പോ എന്റെ സംസാരം കോണെ സംസാര രീതിയൊക്കെ മൊത്തത്തിൽ അങ്ങ് മാറും. പീഡിയാണ് കളിക്കുന്നത്, അവര് ഗ്യാങ് ആണ് പീഡിയാണ് കളിക്കുന്നത്. ശരിക്ക് എനിക്കറിയില്ല, ഉമ്മാർക്ക് കക്കൂസൊക്കെ കക്കിപ്പിക്കാൻ പറ്റും തോന്നുന്നുണ്ട് ജയിലിലേ. ഉമ്മാര് ഇല്ല, നമുക്ക് ഹോസ്റ്റ് എടുക്കാൻ പറ്റുമോ? നമുക്ക് ഹോസ്റ്റ് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, പറ്റലുണ്ടാവില്ല ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട്.
ഇത് അടിച്ചെന്ന് തോന്നറാ മറ്റേത് അടിച്ചു ഹലോ എന്തോ ബ്രോ ഹാപ്പി അല്ലേ ഹാപ്പിയാണോ വലിയ പവർ ഉണ്ട് വെച്ച് എന്തും ഹോസ്റ്റേജ് എടുക്കാൻ പറ്റലുണ്ടാവില്ല കേട്ടോ ഒന്ന് ഹെൽപ്പ് ഇട്ട് ചോദിച്ചു നോക്കേണ്ടി വരും സാറേ ഇവിടെ സാറേ ഇങ്ങോട്ടോ അത് പോയി കത്തി കത്തി അയാൾ കത്തി ജയിലിൽ പിടിക്കും നമ്മളെ ഗ്യാങ് ഹൗസിലോട്ടൊന്നും അടിക്കത്തില്ലല്ലോ ഇവനെ കൂടി പൊക്കണല്ലോ അവിടെ ഇങ്ങോട്ടോ എടാ ഞാൻ കേറിയപ്പോത്തിന് എല്ലാം കഴിഞ്ഞടാ ഭയങ്കര അവസ്ഥ കളയുണ്ട് EMS അതിന്റെ മുകളിൽ ഒരുത്തുണ്ട് മാക്ക് പിയോവിയാ അഡ്മിൻ ലൈവ് ഉണ്ടോ പോയോ കിട്ടും നോക്കട്ടെ ഒരു മിനിറ്റ് അവരും ഇല്ല കേട്ടോ ലൈവ് ഉണ്ട് ഇത് ലൈവല്ലേ ഇല്ല ഇത് ഈ ലൈവിന്റെ ഈ ബട്ടണാണുള്ളത് 1 month പെയ്ഡ് സൂൺ അതെ അറിയാം മാക്കിന് എന്തേലൊക്കെ ചെറുത് കിട്ടിയാൽ മതി എടാ ഹോസ്റ്റേജ് ഒന്നും എടുക്കാൻ പറ്റലുണ്ടാവില്ല അടിച്ചു തീർത്തില്ലേ മതി കൊണക്കാണ്ടായി കൊണച്ചിട്ട് വിട്ടോ നമ്മൾ വണ്ടി എടുക്കാതിരിക്കാൻ പറ്റി അവന്മാര് വണ്ടി മറ്റേ പയ്യനെ തന്നേ പറ്റുള്ളൂ എന്ന് പറ അഡ്മിൻ ഒന്ന് ഹെൽപ്പിട്ട് വിളിച്ചു നോക്കടാ മാക്കേ അങ്ങനെ പറ്റൂ നമ്മളെ മറ്റേ അവിടെ ഇട്ട് ഗ്യാങ്ങർ പോയോ ഇല്ലല്ലോ അങ്ങനെയൊന്നുമില്ലല്ലോ ഹലോ അഡ്മിൻ ഇവരെ പീഡിയിലെ മൊത്തം റിവ്യൂ ചെയ്തിട്ട് എന്തിനാ ഒരു മിനിറ്റ് അത് ഹയർ ശരിയായ നടപടിയല്ല നമ്മളെയൊക്കെ അടിക്കുമ്പോ ഇതുപോലെ കൊടുക്കുന്നുണ്ടല്ലോ അവന്മാർക്ക് വേറെ നിയമം നമുക്ക് സംസാരിക്കാൻ പോലും പറ്റില്ല വൃത്തികേടായിട്ട് തന്നെ സംസാരിക്കും നമ്മളെ മറ്റേ ജയിലിൽ പിടിച്ചിടുമ്പോ അവര് മറ്റേ മൈക്ക് ബൂസ്റ്റ് ചെയ്തിട്ട് സംസാരിക്കുന്നത് ഇതെന്ത് വണ്ടി ഡീപേടിക്കുന്നു എന്തെല്ലാം എന്തൊരു ഫേവറീസ് വന്നത് ആളെ മനസ്സിലാവുന്നില്ല അവരൊന്നല്ലെങ്കിൽ പീഡി പ്രോപ്പർ ആയിട്ട് കളിക്കണം മറ്റേ ഗ്യാങ് ആയി കളിക്കരുത് പൗതി നമുക്ക് ആ പയ്യനെ വേണം ഇന്റർനെറ്റ് ആ പയ്യനെ വേണം ഇന്റർനെറ്റ് തന്നേ പറ്റൂ ഇപ്പൊ എന്തായിരുന്നാലും അഡ്മിനെ പീഡിയെ ഹോസ്റ്റ് എടുക്കാൻ പറ്റുമോ നമുക്കാന്ന് വേണ്ട ഇവിടെ കിട്ടണം മൾട്ടിപ്പിൾ എങ്ങനെ അതാരാ നിങ്ങൾക്കിപ്പോ ഡൗട്ട് ഉള്ളത് PD ഹോസ്റ്റേജ് എടുക്കാൻ പറ്റുമെന്നല്ലേ അത് ഞാൻ പറഞ്ഞേ ബ്രോ 18 PD 15 PD ഉണ്ടെങ്കിൽ നിങ്ങൾ ഹോസ്റ്റേജ് എടുക്കാം മനസ്സിലായില്ലേ 15 PD കൗണ്ട് അല്ല ഹോസ്റ്റേജ് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഹോസ്റ്റേജ് തരണം ഞങ്ങക്ക് ഹോസ്റ്റേജ് അലക്കല്ല അഡ്മിൻ പറയട്ടെ വെയിറ്റ് ചെയ്യ് എല്ലാരും സൈലന്റ് ആയതാ അഡ്മിൻ പറ
അഡ്മിൻ പറ. സംഭവം നിങ്ങള് മീൻസ് നിങ്ങളുടെ ഒരു സൈഡിൽ നിന്ന് നിങ്ങള് എന്തോ അവരുടെ സൈഡിൽ ഇത് പ്രശ്നം വന്ന് നിങ്ങള് അവര് പീഡിയ നോക്കിട്ട് അടിക്കാൻ വന്നു, അടിച്ചാ കഴിഞ്ഞ അവർ ഓൾ ഡൗൺ ആയി, സിറ്റുവേഷൻ കഴിഞ്ഞു. അവിടെ നിങ്ങൾക്ക് ഹോസ്റ്റേ എടുക്കുവാണെങ്കിൽ നേരത്തെ എടുക്കണം, മീൻസ് ആദ്യം ഹോസ്റ്റേ എടുത്തിട്ട് പിന്നെ നിങ്ങൾക്ക് ഡിമാൻഡ് പറയും 15 പീഡി കൗണ്ട് ഉണ്ടെന്ന് സെറ്റ്. അല്ല അപ്പൊ ഹോസ്റ്റേജ് എടുക്കാനായി നമുക്ക് കിട്ടുന്നതിന് മുമ്പ് തന്നെ അവന്മാര് GRV അടിച്ചു വിട്ടില്ലേ? സിറ്റുവേഷൻ കഴിഞ്ഞു അവിടെ, സിറ്റുവേഷൻ കഴിഞ്ഞു അവിടെ. ഇനി ഒന്നുകൂടെ അടിച്ചിട്ട് ഹോസ്റ്റേ എടുക്കട്ടെങ്കിൽ ഓൾറെഡി ഓൾറെഡി ഒരു സിറ്റുവേഷൻ കഴിഞ്ഞു. അപ്പൊ ആ സിറ്റുവേഷൻ ആയിട്ട് പോകാൻ പറ്റത്തില്ല. ആ സിറ്റുവേഷൻ കഴിഞ്ഞു, വേറെ സിറ്റുവേഷൻ വരും. ഓൾറെഡി ആ സിറ്റുവേഷൻ ഉണ്ടായി അവിടെ. നിങ്ങൾ ഓൾറെഡി ആക്കി പീഡി സിറ്റുവേഷൻ. നമുക്ക് അവരുടെ അടുത്തൊന്നും സംസാരിക്കാൻ പോലും പറ്റില്ല. അതിന് മുമ്പ് അവരെന്തിനാ GRV അടിച്ചത്? അത് സിറ്റുവേഷൻ ഉണ്ട് ഇവിടെ. ഒരു സൈഡ് നമ്മൾ പറഞ്ഞില്ലല്ലോ. അപ്പൊ നമ്മളെ ഈ പിടിച്ചോണ്ട് അല്ല അഡ്മിനെ ഒരു മിനിറ്റ് ഒന്നെങ്കിൽ നമ്മൾ കത്തിച്ച് വിടുക, അല്ലാന്നുണ്ടെങ്കിൽ പീഡിയാണ്. അത് ഗ്യാങ് അല്ല, ഇത് പീഡിയാണ്. അപ്പൊ ഇത് ഗ്യാങ് അല്ല. അപ്പൊ അവർക്കില്ല, അവര് കൊണ്ടുപോയിട്ട് അപ്പൊ എന്താണ് അല്ല ഈ PD എന്ന് പറയുന്നത് നമുക്ക് ഗിവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് എന്നല്ലേ? നമുക്ക് ഈ പറയുന്ന പീഡിന്റെ അകത്ത് വന്നാണ്ട് നമ്മളെ ഈ കോമാളികളും കക്കൂസ് കഴിപ്പിക്കണം എന്നൊക്കെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ കണ്ടോണ്ടിരിക്കണം എന്നാ പറയുന്നത്. ഇടിക്കണം, എന്തോ മറ്റേ കയറി ഇടിക്കുക, സെല്ലിനകത്ത് കയറി ഇടിക്കുക. അങ്ങനെയാണ് ഇവന്മാരെ ഇനി ഇത് തന്നേ പറ്റൂ. അല്ല വേറെ സിറ്റുവേഷൻ ആയിട്ട് ബാക്കി എത്ര പേര് അല്ല എന്നാ വിട് മാക്കെ ഒരു സിറ്റുവേഷനും കൂടി ആയാണ്ട് പോവാം. നമുക്ക് പുതിയ സിറ്റുവേഷൻ എടുക്കാം അവന്മാരെ. അല്ല നിങ്ങൾക്ക് ഒരു പീഡിയ ഹോസ്റ്റേജ് എടുത്ത് നിങ്ങൾക്ക് ഡിമാൻഡ് വെക്കായിരുന്നു അവിടെ. അല്ല ഒരു മിനിറ്റ് അഡ്മിനെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? നിങ്ങൾ സിറ്റുവേഷൻ ആയിട്ട് കണ്ടിന്യൂ ആണെങ്കിൽ നിങ്ങൾ എന്തിനാ റിവ് അടിച്ച് വിട്ടത്? പപ്പു അവര് പറഞ്ഞു ഓക്കെ ആ സിറ്റുവേഷൻ എൻഡ് ആയതുകൊണ്ടാണ് അവരെ അടിച്ചു വിട്ടത്. നമുക്ക് സിറ്റുവേഷൻ അഡ്മിനെ നമുക്കിപ്പോ അല്ല വെയിറ്റ് അഡ്മിനെ നമുക്കിപ്പോ ഒരാളെ എടുക്കണം എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ അയാളെ വേണ്ട ആളെങ്കിലും റിവൈവ് ചെയ്യാനുള്ള ഒരു ടൈം നിങ്ങൾ തരണേനു. അതിന് മുമ്പ് എല്ലാവരും GRV അടിച്ചു വിട്ടില്ലേ? ഓക്കെ ഞങ്ങൾ പുതിയ സിറ്റുവേഷൻ ആയിട്ട് കണ്ടിന്യൂ ചെയ്തോളാം, വേറെ കുഴപ്പമൊന്നുമില്ല. എടാ പുതിയ സിറ്റുവേഷൻ ആയിട്ട് കണ്ടിന്യൂ ചെയ്താൽ മതി. നീ ഒന്ന് പോയിട്ട് നോക്കിയാ നീ വണ്ടി എടുത്താണ്ട് എടാ ടർബോ നോക്കിയാ നിങ്ങൾ പോയാണ്ട് വണ്ടി എടുത്താണെന്ന് ട്രിഗർ ചെയ്താണ് പോയി കണ്ട് പീഡിനെ പോയിട്ട് ട്രിഗറിങ് ആവണേ. അല്ല അടിച്ചിട്ട് വിട്ടാൽ മതി. അവന്മാരെ ഹോസ്റ്റേജ് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ എടുക്കാക്കാൻ പറ്റൊന്നുമില്ല. എന്താണ് ഇത് അവന്മാര് തോന്നിയ പോലെ GRV അടിച്ചു വിടല. നമുക്ക് കിട്ടേണ്ട ആളെ കിട്ടിയിട്ട് വിട്ടാ മതി. ഹെൽത്തില്ല മോനെ പോരാ, എന്റെ വണ്ടിയിലെ ഇവിടെ വെയിറ്റ് എന്റെ ഹെൽത്ത് നോക്കട്ടെ. ആ ഹെൽത്ത് എന്തെങ്കിലും ഉണ്ട്. എടാ ഞാൻ പറയട്ടെ, പുതിയ സിറ്റുവേഷൻ ആയിക്കാണ്ട് തന്നെ എടുക്കാനേ പറ്റുള്ളൂ. മറ്റേ സിറ്റുവേഷന്റെ കണ്ടിന്യൂഷൻ പറ്റൂല. അപ്പൊ പോയിട്ട് ട്രിഗറിങ് വരണം, മനസ്സിലായോ? അവന്മാരോട് കൊണച്ചാ മതി, തിരിച്ചു കൊണച്ചോളൂ. തലപതി ഞാൻ ഒറ്റക്കൊരു വണ്ടി കളിച്ചോളാം, അതായിരിക്കും നല്ലത്. പറ ആരാ വിളിക്കുന്ന? ഫ്ലഫി അല്ലേ? ഹെൽത്ത് കിട്ടിയില്ല. പറ വണ്ടി തരാം. നീ വണ്ടി കണ്ട മാക്ക, നീ വേറെ വണ്ടി പോ. ഞാനൊന്നല്ല, തലപതിയാണ് നിങ്ങളെ കിട്ടിയത്. എടാ മാക്കേ, എടാ പുണ്ടച്ചി മോനെ മയിരേ. അയ്യോ മാക്ക് അഡ്മിന് ടോട്ടൽ ആയിട്ട് ഒരു PD സൈഡിൽ നിന്ന് 144 ഇട്ടതല്ലേ?
അപ്പം നിങ്ങൾക്ക് ഇതേപോലെ ഹോസ്റ്റേജ് ഈ സിറ്റുവേഷന്റെ ഒരു ഇത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇതേപോലെ ഹോസ്റ്റേജ് എടുക്കണമെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഇവിടുന്ന് മറ്റേ ഈ പെട്രോൾ പമ്പിന്റെ അവിടെ നിന്ന് ഒരാൾ അടിച്ചിട്ടില്ലേ, പുള്ളീനെ നിങ്ങൾക്ക് ശരിക്കും കണ്ണെയിം ചെയ്ത് എടുത്തിട്ട് 15 വീഡിയോ ഉള്ളതുകൊണ്ട് ഹോസ്റ്റേജ് ആക്കി എടുക്കായിരുന്നു. എന്നിട്ട് നിങ്ങൾക്ക് കാര്യം സംസാരിച്ച് അല്ല ആ അടി തുടങ്ങുന്നതിന്റെ മുമ്പ്, മനസ്സിലായില്ലേ? അല്ല നമുക്ക് അടിച്ചിട്ടിട്ടാണെന്നുണ്ടെങ്കിൽ കിട്ടിയാൽ മതി. അല്ല നമുക്ക് എന്നിട്ട് എന്താ ട്രേഡിങ് നടക്കും അവിടെ? ട്രേഡിങ് നടത്തൂല. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ പുള്ളീനെ വിളിച്ച് സംസാരിക്കാം. ഹോസ്റ്റേജിനെ മനസ്സ് ട്രേഡ് ആക്കാൻ പറ്റൂല. അല്ല ഞങ്ങൾ അവിടെ നിന്ന് സംസാരിച്ചപ്പോ അവിടെ ഉള്ള പേടി പാവാണെന്ന് പറഞ്ഞു. നമുക്ക് ആ പുള്ളിനായിട്ട് ഇഷ്യൂ ഇല്ല. നമുക്ക് ഇഷ്യൂ ഉള്ള ആളല്ലേ കിട്ടണ്ടുള്ളൂ. ഡിമാൻഡ് വെക്കാൻ പറ്റും നിങ്ങൾക്ക്, മനസ്സിലായില്ലേ? ഇപ്പൊ സിറ്റുവേഷൻ ഇപ്പൊ 144 ഇട്ട സിറ്റുവേഷനിൽ നിങ്ങൾക്ക് പീഡിനെ ബേൺ ചെയ്യാനോ അവരെ വണ്ടി കത്തിക്കാനോ, കാരണം 144 ഇട്ട ഓൾറെഡി ആ സിറ്റുവേഷൻ എൻഡ് ആണ് അവിടെ, മനസ്സിലായില്ലേ? പിന്നെ നിങ്ങൾ പീഡിനെ എന്തെങ്കിലും ഹോസ്റ്റേജ് എടുക്കുക എന്തെങ്കിലും, അപ്പൊ ഒരു കാരണമില്ല, മനസ്സിലായില്ലേ? ആ സിറ്റുവേഷൻ തുടങ്ങുന്നതിന്റെ മുമ്പേ നിങ്ങൾ പുള്ളീനെ ഹോസ്റ്റേജ് എടുക്കുക കാര്യം പറയുകയാണ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു വാലിഡ് റീസൺ ഉണ്ടാവും. പിന്നെ ഇനി നിങ്ങൾക്ക് ഹോസ്റ്റേജിനെ എടുക്കണമെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള വാലിഡ് റീസൺ ഉണ്ടാവണം, മനസ്സിലായില്ലേ? അല്ല ട്രിഗറിങ് വന്നാ പോരെ? ട്രിഗർ ആ പി ഡി സൈഡിൽ ട്രിഗറിങ് ഉണ്ടാവുമോ, എന്തെങ്കിലും വാലിഡ് ആയിട്ടുള്ള റീസൺ വേണം. അല്ലാതെ ഒന്നുമില്ലാതെ വെറുതെ നമ്മളെ വണ്ടി കൊണ്ട് ഇങ്ങോട്ട് ഫിറ്റ് ചെയ്താലും ഒക്കെ മതിയല്ലോ. നമുക്ക് ട്രിഗറിങ് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള റീസൺ ഉണ്ടായാൽ മതി. പി ഡി ഹോസ്റ്റേജ് എടുക്കാം. പി ഡി കൗണ്ട് എങ്ങനെയാണെങ്കിൽ 15 വേണേ. ഒന്നുകൂടി അടിക്കാം. പി ഡി 15 ആൾക്കാരുണ്ടോന്ന് നോക്കിയാണ്. അതെങ്ങനെ നോക്കുക? മേക്കെ ഞാൻ പറയാതെ വണ്ടിന്ന് ഇറങ്ങരുത്, മനസ്സിലായോ കുണ്ണെ? ഞാൻ ഇറങ്ങിക്കോ മേക്കേന്ന് അങ്ങ് പറയൂ, മനസ്സിലായോ? വണ്ടിന്ന് ഇറങ്ങിക്കോ, എല്ലാരും ഇറങ്ങിക്കോന്ന് പറയാതെ ഇറങ്ങുകയോ ചെയ്യരുത്. ഞാൻ ഇറങ്ങിയാലും ഇറങ്ങരുത്, മനസ്സിലായില്ലേ? വേണ്ട വേണ്ട വേണ്ട, എനിക്കും കൂടിയുള്ള പിക്ക് എടുക്കണ്ട. ഇങ്ങനെ എന്റെ അമ്മാൻ്റെ കുട്ടിയാവല്ലേ? തളപതി ജീതാ ഇവർക്ക് കിക്ക് വാങ്ങി കൊടുത്ത ഞാനല്ല. நம்ம 2 பேரும் சேம் டைம்ல இறங்கணும். പക്ഷെ നീ ഇറങ്ങുന്നதுக்கு അപ്പുറം തന്നെ ഇറങ്ങണം. இல்ல இல்ல நீ இறங்குறது എടാ എല്ലാരും എവിടെ? சரந்தம். ഏയ് പീഡിക്ക് അകത്ത് പോയിട്ട് എടുക്കുന്നതാണ്. അത് എഫ്ആർപിയാ. ഓക്കേ എല്ലാരും മറ്റേ വണ്ടി ഓർത്തിരുന്നോ? അവന്മാർ ഒരു ഐസൈറ്റിന് മാറി ഏതെങ്കിലുമൊക്കെ വണ്ടി ഇവിടെ പീഡി ഇവിടെ അല്ലല്ലോ അല്ലേ? അവര് വണ്ടി ഇമ്പോർട്ട് ആക്കും നോക്കിയാ. നമ്മുടെ ഗ്യാങ് വണ്ടി മാറ്റിയിടണ. ഗ്യാങ് വണ്ടി ഇമ്പോർട്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടോ അവർക്ക്? അറിയാൻ പറ്റില്ല, അവർക്ക് എല്ലാം ഉണ്ട്. അവര് തൽക്കാലം എടുത്ത് മാറ്റിയത് അവിടുന്ന് ഫ്രണ്ട് മാറ്റിട്ടോ ഇല്ല. ഷേക്ക ബുള്ളറ്റ് ഉണ്ടോ കയ്യില്? ഇല്ല. 300. എത്ര? 300. ഞാൻ ഒരു 200 വണ്ടിയിൽ വെക്കുന്നുണ്ട്. 250 തരാം. ഞാൻ 200 വണ്ടിയിൽ വെക്കുന്നുണ്ട് അടുത്ത കയ്യിൽ. ആരെങ്കിലും ബുള്ളറ്റ് വേണോ? ഹലോ ഗൈസ്, ഇത് പീടിയല്ലേ? ഇവിടെ നിൽക്കുന്നത് നമ്മളിങ്ങനെ ഇവിടെ എത്രയാ? വണ്ടി നിർത്തിയോ? ഇറങ്ങിക്കോ മേക്കെ. അല്ലേ? ഹലോ ഒളിച്ചിരിക്കുമ്പോ എടാ വെയിറ്റ് ചെയ്യ എല്ലാരും ഒന്ന് ഇവിടുന്ന് അവന്മാര് കണ്ണെല്ലാം എടുക്കുന്നേ. അവിടെ വരെ പോയി ചുമ്മാ അങ്ങോട്ട് ഇങ്ങോട്ട് ഫയർ ചെയ്ത് നോക്കാല്ലോ. എടാ ബുള്ളറ്റ് വേണ്ടവർ ഈ ടൈമിൽ പോയി എടുത്തുകൂടെ? എടാ ഇപ്പൊ വെറുതെ നിൽക്കുമല്ലേ? എന്താടാ പീഡിക്ക് ഇല്ലില്ല അമ്മർക്ക് അല്ലെങ്കിൽ
കുടുംബനാഥൻ ആരെങ്കിലും സംസാരിക്കും. ആ പറഞ്ഞോ സാറ് പറഞ്ഞോ. സാറേ നിങ്ങൾക്ക് ആർക്കും രണ്ടുപേരും അകത്ത് വരാമോ? നിങ്ങൾ കുടുംബത്തിന്റെ അകത്ത് വരും സംസാരിക്കാം. അല്ല അകത്ത് കയറാനുള്ള സംസാരം വേണ്ട സാറേ. സാറ് കാര്യം പറഞ്ഞോ. സംസാരിക്കാൻ പറ്റിയ സംസാരിച്ചു. എല്ലാരും കൂട്ടിയിട്ടുള്ള സംസാരിച്ചാൽ മതി. സാർ കാര്യം പറഞ്ഞോ. സാറേ എല്ലാരും കൂടി സംസാരിക്കാൻ ഇല്ല ഇവിടെ ആരും സംസാരിക്കൂല. സാറ് പറഞ്ഞോ. ഇവിടെ ആരും സംസാരിക്കൂല. സാറേ ഇപ്പൊ ഇവിടെ വണ്ടികൾ ഇമ്പോണ്ട് ചെയ്യാനുള്ള ഓർഡർ ഒന്നുമില്ല സാറേ. സാറേ നിങ്ങൾ ആ പറ സാറ് പറഞ്ഞോ. കുടുംബനാഥന് വില കൊടുത്ത് സംസാരിച്ചു. സാറ് സംസാരിക്കും സാറേ. നീ സംസാരിച്ചോ? സാറേ നിങ്ങൾ മനസ്സിലായില്ല. നിങ്ങൾ എന്താണ് നിങ്ങളുടെ സത്യത്തിൽ നിങ്ങളുടെ പ്രശ്നം എന്താ? ഒരാള് സംസാരിച്ചു. അല്ല നമ്മളെ പിള്ളേർ ഇതേമാതിരി DH അടിക്കാൻ വേണ്ടിയാണ് അവിടെ വന്നപ്പം നമ്മളെ പിള്ളേരെ നിങ്ങൾ ഈ ജയിലിലിട്ടിട്ട് എന്ത് കണ്ടി വർത്താനാ നിങ്ങളെല്ലാം പറഞ്ഞത്? അവന്മാരെ കൊണ്ട് കക്കൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി പറയാ. അവന്മാര് നമ്മളെ ഫാമിലിയിലുള്ളവരൊക്കെ മൊണ്ണാളാണോ കോമാളികളാണോ എന്നൊക്കെ ചോദിക്കുക. നമ്മൾ കോമാളികളാണോ നിങ്ങൾക്ക് കാണണോ? ഇപ്പൊ കണ്ടില്ലേ, ഒരു പ്രാവശ്യം കണ്ടില്ലേ, ഒന്നുകൂടെ കാണിക്കാം. അല്ല ഞാൻ പറയട്ടെ സാറേ, സാറിനോടോ അല്ലെങ്കിൽ സാറിന്റെ ഇത് ആരാടത് പറഞ്ഞടാ പപ്പു? ഈ ലെഫ്റ്റ് നിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നവനാ? ആ നമുക്ക് അവനെ കിട്ടണം. അവനെ കിട്ടിയിട്ടെന്ന് പോകുന്നുള്ളൂ. ആ അവനെ കിട്ടണം നമുക്ക്. നിങ്ങൾ ആവശ്യം നിങ്ങൾ 15 പേരില്ലേ? എങ്ങനെ നോക്കിയനെ കൊണ്ടുപോല്? അല്ല നമ്മളെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരുത്തനെ എങ്ങനെ കൊണ്ടുപോല് നിങ്ങള്? അല്ല എങ്ങനെ അല്ല എന്തിന്റെ പേരിലാ കൊണ്ടുപോയത്? എടാ നോക്കിയ നിന്നെ എന്തിന്റെ പേരിലാ കൊണ്ടുപോയതടാ? ഇങ്ങനെ പുറത്തിറങ്ങ്. എടാ ഡ്രീമാണ്. ആരാണ് അവിടെ? അവിടെ നിന്ന് ഇങ്ങോട്ട് പുറത്തു പോവാ. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയട്ടെ. നമ്മളാരും നമുക്ക് ഹോസ്റ്റലിന് നമുക്ക് സിറ്റിസനെ ഹോസ്റ്റൽ എടുക്കാമല്ലോ. ഹോസ്റ്റൽ എടുത്ത് നമുക്ക് ഡിമാൻഡ് വെക്കാമല്ലോ. പ്രോസസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവര് വരുള്ളൂ. ഇനി ഇറങ്ങിയാലും മൊത്തത്തിൽ വരത്തില്ല. അടിച്ചിട്ട് വിട്ടാ മതി. എന്ത് കോണ തന്നെ എടുത്താലേ എടാ കുറച്ച് വീട്ടിൽ നിൽക്കേ. അല്ല നോക്കിയ റേഡിയോയിലല്ലേ? എടാ നിന്നെന്തിനാ കൊണ്ടുപോയത്? കോമാളി വിളിച്ചേനാ? കോമാളി വിളിച്ചപ്പോ കഫേന്ന് കൊണ്ടുപോയി. ആ ബോസ് അമ്മ ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാണിച്ചു കൊടുക്കാൻ നിനക്ക് അതിന്റെ അകത്ത് കയറി അടിക്കണ്ട. ഞാൻ പറയണേക്ക് പൊട്ടത്തരം കാണിക്കെല്ലാരും. അകത്തൊന്നും കയറി അടിക്കല്ലേ. എടാ അഡ്മിനൊന്ന് ഹെൽപ്പിട്ട് വിളിച്ചാണെടാ മാക്ക. ഒരു മിനിറ്റ് നീ ഒന്ന് ഹെൽപ്പിട്ടാണ്. ലീവ് ഫ്രം സേഫ് സോൺ സറൗണ്ടിങ്. എടാ ആരാടാ എന്റെ വണ്ടി കൊണ്ടുപോയത്? അടി ഈ പീടി കോമാളി കളിയാ ശരിക്കും. കോമാളി പറ്റിയ സ്ഥലമാണോ ഫുഡ് കേക്കാവാ? ഇവിടെ നിന്നിട്ട് ഗോഡിനെ പിക്ക് ചെയ്തിട്ട് വായേ. ഗോഡ് കത്തിപ്പോയത് അവിടെ തന്നെ വരും. ഗോഡ് എവിടെ? പിങ്ങോടാ അതേ തൊട്ട് ബാക്കില്. എടാ നീ ഒന്ന് ഗ്യാങ് ഹൗസ് ഇട്ടാണ്. എനിക്കൊരു ഗ്യാങ് വണ്ടി വേണം. എനിക്കും ഇതെടുക്കുന്നെങ്കിൽ എടുത്തോ, ഞാൻ മാറി തരാം.
ബുള്ളറ്റ് ഞാൻ ആകെ കുറച്ചുള്ളൂ. 150 ബുള്ളറ്റ് ഇട്ടുതരാം. വണ്ടിയിൽ വെച്ചാണ്. ഹീലിങ്സ് ഇല്ല. ഹീലിങ്സ് 2 എണ്ണമാണ്. 2 എണ്ണം വെച്ചാണ്. ബാക്കി ഇത് വിട്ടാണ്. ഷീൽഡ് ഇല്ല. ഷീൽഡാണ് ഇല്ലാത്തത്. അതിലും ഇല്ല. അതിൽ കുറച്ചുണ്ട്. നോക്കട്ടെ 100 അല്ല 100 ഒരു 10-30 എണ്ണം എന്താ ഉണ്ടായത്. റോഷൻ എന്താ അറിയില്ല. ഇങ്ങോട്ട് വരാണോ? സ്ഥലം കാണാനില്ല. നല്ലേ എടാ ചമ്മി ഇങ്ങോ പീഡ് അകത്ത് കയറി അടിക്കാൻ ചെയ്യ. പിന്നെ വെറുതെ എന്തിനാ മര്യാദക്ക് ഓടി നടക്കും. അവർക്ക് വെച്ചനെ 10 വെച്ചനെ. എടാ പീഡിന്റെ അകത്ത് കയറി അടിക്കണ്ട. വെയിറ്റ് ചെയ്യ്. റൂൾ ആയതുകൊണ്ട് തന്നെ പോയാൽ മതി. ഈ വണ്ടി കൊണ്ടുപോലിട്ട് ഞാൻ എത്രാമത്തോണ്ട് താക്കോയി താങ്ക് യു ഫോർ ദ 500 കിക്ക് പോയിന്റ്സ്. ഈ സമയത്ത് ചോദിക്കാൻ പാടുണ്ടോ എന്ന് അറിയില്ല. ബട്ട് പാക്ക് ഓപ്പണിംഗ് ഷോട്ടിലേ വല്ലായിരുന്നു. സത്യം പാക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയാണ്ട് മൂടായി വന്നതിനു ഇമാര്. എടാ ഇവനോട് പറഞ്ഞിട്ട് മ്യൂച്വലി അല്ലേ പാവാടാ ഇത്. നിക്ക് അല്ല അവന്മാരെ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങട്ടെ. അതിന്റെ ഉള്ളില് എടാ കുറച്ചൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ ഈ വരന്റെ പുറത്തേക്ക് ഇറങ്ങടാ മണ്ടന്മാരെ, മൊണ്ണാളെ, കോമാളികളെ, മൊണ്ണാളെ. കഴിവുണ്ടെങ്കിൽ ഇതിന്റെ പുറത്തിറങ്ങടാ കണ്ടികളെ. അണ്ടി കുറപ്പുണ്ടെങ്കിൽ പുറത്തിറങ്ങടാ കണ്ടികളെ. ഈ വരന്റെ പുറത്തിറങ്ങടാ കണ്ടികളെ. അയ്യേ ഇവനൊന്നും ഒരു ഇതുമില്ലടാ, റെസ്പോൺസിബിലിറ്റി ഇല്ല. അയ്യേ തിരിച്ചു വാക്കോടെ. ആ ഗണ്ണെടുത്ത വെയിറ്റ് ഒന്ന് ബാക്ക് ഇറങ്ങ. നല്ല പേര് നിർത്തിയിട്ടുണ്ടല്ലോ. ഇവിടെ കൊണ്ടൊന്ന് നിർത്തിക്ക് കളിയാ. അമ്മ കാണട്ടെ. ഇവിടെ അവര് നേരെ നിന്നിട്ട് കൈ അടിച്ചിട്ട് ഞാൻ പറയട്ടെ പുറത്തേക്ക് ഇറങ്ങാൻ ഞാൻ സസ്പെൻഷനെ എല്ലാം ഒമ്മർക്ക് പേടിയാടാ. അതിന്റെ പുറത്തങ്ങ് ഇറങ്ങി കഴിഞ്ഞാൽ അടി കൊള്ളുന്നുള്ള പേടിയാണ്, തൂറുന്നുള്ളതിന്റെ പേടി. ഇതല്ലാടാ കുഞ്ഞാളെ നിങ്ങൾ ഓരോന്ന് എന്തൊരു കണ്ടിയാളിയാ. പീഡി നടി. അപ്പൊ ഏറ്റവും താഴെ എല്ലാ സ്പീഡി എന്ന് പറഞ്ഞ സാധനമാണ്. ഏറ്റവും താഴെ പ്രൊട്ടസ്റ്റ് എന്തായാലും പീഡി നടിച്ചിട്ട് ഏറ്റവും താഴത്തെ സാധനം ഇട്. എല്ലാം ഇട്. ഷെയ്ക്ക് അല്ല നിങ്ങളെല്ലാരോട് ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കിയാണ് എന്താണ്. ഇവിടെ എന്റെ പേരയില് ഞങ്ങളിപ്പോ പുറത്തു പോകുന്നാറാ. ഷെയ്ക്കേ കേറി അടിക്കണ ഇനി പറയാൻ ഇവിടെ കളിക്കണം. എനിക്ക് ദേഷ്യം വരും പൊണ്ണ. ഇല്ല അവന്മാര് പുറത്തിറങ്ങട്ടെ. അവിടെ നിന്നാണ്ട് ഇങ്ങനെ ഇതാക്കാം എല്ലാരും കഴിക്കും.
ഷെയ്ക്ക് കേറി അടിക്കാ ഷെയ്ക്ക്. വേണ്ട 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 ഞാൻ പറയട്ടെ, സസ്പെൻഷൻ കിട്ടിയാൽ ഇവിടെ ഗ്യാങ് പോലും അല്ല സിറ്റിസനായി വെറുതെ നടക്കേണ്ടി വരും. പിന്നെ ആരെങ്കിലും ഇതേമാതിരി എല്ലാവരും പൊടിച്ചുകൊണ്ട് ഇങ്ങനെ ഹോസ്റ്റേജ് പോകാനോ അല്ലെങ്കിൽ നമ്മൾ ഗ്യാങ് ആക്ടിവിറ്റിയിൽ നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ കഴിയൂല. വെറുതെ മണ്ടത്തരം കാട്ടിയിട്ടല്ല ആണത്തരം കാട്ടണ്ടേ. പുറത്തിറക്കാം അവന്മാരെ, മനസ്സിലായ അവന്മാരെ പുറത്തിറക്കണേല കാര്യം. ഇവിടെ നിർത്തി പുറത്തിറക്കാം അവന്മാരെ, പുറത്തിറക്കുക. മുദ്രാവാക്യം വിളിച്ചാലോ? നമുക്കിനി ഡെയിലി ഒരു പോലീസ് വേണ്ട, തെറി വിളിക്കണ്ട. ഇല്ല അവന്മാര് വരട്ടെ. പ്രൊട്ടസ്റ്റ് വണ്ടിയൊന്നും അല്ല, മനസ്സിലായില്ലേ? ഇത് അവന്മാരുടെ പെലവിളിയാണ്, മനസ്സിലായോ? പ്രൊട്ടസ്റ്റ് വണ്ടിയൊന്നും അല്ല, പെലവിളി. എവിടെ പെലവിളി പറ പറ പറ. എങ്ങനെ സംസാരിക്കാൻ പോണേ നമ്മള്? എടാ ഇവന്മാരെ അയ്യോ എന്നെ ബാനാക്കി. ഞാൻ ഫസ്റ്റ് വട്ടല്ലേ ഞാൻ അടിച്ചത്, പിന്നെ എന്തിനാ എന്നെ ബാൻ? കണ്ടീന്ന് വിളിച്ചത്. ഞാൻ ആദ്യമായിട്ട് ഒരു വാർത്തയായിട്ട് കൊറേ കാലത്തിന് ശേഷം ഇട്ടാണ്. ഇല്ലല്ല, ഞാൻ കൊറേ കാലത്തിന് ശേഷം ആദ്യമായിട്ടാണ് കണ്ടി നിന്നിട്ടത്. എടാ ഞാൻ ഇപ്പഴത്തൊന്നും ഇങ്ങനത്തെ ഒന്നും സംസാരിക്കാറില്ലടാ വാട്സാപ്പിലൊന്നും. ഇത് എന്താടാ എന്നെ ഇതാക്കുന്നത്? അയ്യോ അതാരാടാ? ഷമ്മിയാണത്. ഇനി മറ്റാളെ വെറുതെ വിടുവോ? സംസാരിക്കുന്ന രണ്ടുപേരൊന്ന് വരാവോ? അകത്തോട്ട് വരുന്ന പരിപാടിയില്ല. അല്ലല്ല അകത്തോട്ട് വരുന്ന പരിപാടിയൊന്നുമില്ല. നിങ്ങൾ വേണേ പുറത്തോട്ട് ഇറങ്ങിക്കോ, മനസ്സിലായ? നിങ്ങളെ ഈ ഊമ്പിയ ഡിപ്പാർട്ട്മെന്റിന്റെ അകത്തോട്ട് വരുന്ന പരിപാടി നമുക്കില്ല, മനസ്സിലായില്ലേ? സാറേ ഒന്നുമില്ല, നമ്മുടെ ചെറുക്കനെ വെറുതെ വിട്ടോ നമ്മൾ വിട്ടോളാം. ഇത് പീഡി ആകാ ഗ്യാങ് ഹൗസാ നിങ്ങളെ? ഇത് നിങ്ങളെ ഗ്യാങ് ഹൗസാ? കക്കൂസ് കഴിപ്പിക്കാനൊക്കെ നിങ്ങൾ എന്താ ഒരു അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ഹോസ്റ്റേജിനെ ട്രീറ്റ് ചെയ്യണ പോലെയാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത്? അത്രേ ഉള്ളൂ. ഒരണ്ടിയില്ല, കൊറേ നേരമായി നമ്മളെ കാത്തുക്കാൻ തുടങ്ങി. ഞാനാണെങ്കിൽ പുറത്തിറങ്ങടാ കണ്ടികളെ. സാറും ഇല്ല പയറും ഇല്ല, മനസ്സിലായോ? കുടുംബത്തിൽ എല്ലാവരും സൈലന്റ് ഒക്കെ മതി മതി മതി. ഒരു മിനിറ്റ് സാറേ, മര്യാദക്ക് സംസാരിക്കണോണ്ടാ പറയണത്. സാറിനോടൊന്നും നമുക്ക് പ്രശ്നമല്ല. ഇത് പ്രശ്നമുള്ള ആൾക്കാർ അതിന്റെ അകത്ത് ഇരിക്കുന്നുണ്ട്. അവന്മാരെ പുറത്തിറക്ക്, മനസ്സിലായ? അല്ലാതെ നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ മോശമായ രീതിയിൽ നമുക്ക് സംസാരിക്കാൻ താല്പര്യം ഉണ്ടായിട്ടല്ല. നിങ്ങൾ നമ്മളിങ്ങനെ സംസാരിപ്പിക്കുന്നതാണ്, മനസ്സിലായ? പുറത്തിറങ്ങി, ഇതിന്റെ പുറത്തിറങ്ങും. നിങ്ങള് കൊണായിരുന്നല്ലോ നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഞങ്ങൾ പീടി പുറത്തിറങ്ങണോ വേണ്ടേ? നിങ്ങൾക്ക് പിടിച്ചു വെച്ചേക്കണമാരെ പുറത്തോട്ട് വിടുകയും വേണം. രണ്ടും ചെയ്തു തന്നാൽ മതി, ബാക്കി നമ്മൾ ചെയ്തോളാം. ആദ്യം നമ്മളെ പിടിച്ച ആൾക്കാരെ പുറത്തോട്ടാണ്. ഇത്ര ആൾക്കാരാണ് സാറേ പിടിച്ചിട്ടുള്ളത്. രണ്ടാളുണ്ട്. ഒരു കാര്യം ചെയ്യും, നമ്മളൊരു സ്ഥലം പറയാം, അവിടെ വെച്ച് രണ്ടുപേരും ട്രേഡ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? ഹോസ്റ്റേജിനെ ഞങ്ങൾ തരാം. നമ്മളൊരു സ്ഥലം പറയും. കേട്ടിട്ടില്ല? പറ്റില്ല സാറേ, റൂൾസ് അറിയത്തില്ല സാറേ. പീഡിയ ട്രേഡ് ചെയ്യാൻ അൽഫാമും ചവായൊക്കെ സാറോട് എടുത്തു വെച്ചോ? അതൊന്നും ഇവിടെ വേണ്ട. അയ്യേ, അപ്പൊ നിങ്ങൾ പിന്നെ എന്തിനാ ഇവിടെ ഡിപ്പാർട്ട്മെന്റിൽ ഇവിടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് നിൽക്കുന്നത്? ഒരു സിറ്റിസനെ ഇവിടെ ഹോസ്റ്റേജ് ആയി കണ്ട് നിങ്ങൾ കണ്ണുമുന്നിൽ നിന്നിട്ട് നിങ്ങൾക്ക് സംസാരിക്കല്ലേ? നിങ്ങൾ പറയുന്ന ട്രേഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് എന്താ ട്രേഡ് അല്ല. നമ്മളാൾക്കാരെന്തേ നമ്മളെ 4 പേരെ 3 പേരെ നിങ്ങൾ അകത്തോട്ട് കൊണ്ടുപോയില്ലേ ഒരു കാര്യമില്ലാതെ? അവിടെ ഹലോ സാറേ, ഒരു മിനിറ്റ് സാറേ, പിടിച്ചോണ്ട് പോയ രണ്ടന്മാര് ഇപ്പൊ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരണം സാറേ. നോക്കിയാനെ കൊന്നതാ. കാണിച്ചു തരണം നിങ്ങൾക്ക്. അത്രേ ഉള്ളൂ. ഇപ്പൊ കാണിച്ചു തരണം നമുക്ക്. 5 മിനിറ്റ് വരും. ഇപ്പൊ ഹോസ്റ്റേജ് ഇപ്പൊ കൊണ്ടുവരണം നിങ്ങളെ. ഹോസ്റ്റേജ് എടുത്ത് ഞങ്ങൾ ഉള്ളിലേക്ക് വരും. അല്ല അകത്തിട്ട് പിടിച്ച് പണ്ണും, വേറെ തന്നെ പണ്ണും. അല്ല ഇതെന്ത് ഗുണ്ടായി സോമാർക്ക് അകത്തോട്ട് കയറേണ്ടെന്ന് കൊല്ലാനൊക്കെ പറ്റുന്ന എന്തൊക്കെ മൊണ്ണാളെന്ന് പറഞ്ഞ ഇങ്ങനെ ഉണ്ടോ? മൊണ്ണാള്
നോക്കിയ ടർബോ ഡൗൺ ആണെങ്കിൽ പണിയിട്ടേ വിടുള്ളൂ ഇവന്മാരെ അങ്ങനെ വിടാനൊന്നും പറ്റൂല അകത്ത് കയറിയിട്ട് തന്നെ അടിക്കും. അല്ല പിന്നെ അതിനൊന്നും ഇപ്പൊ ഗ്യാങ് നോക്കിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ സസ്പെൻഷൻ ആണെങ്കിൽ സസ്പെൻഷൻ ഒരാഴ്ച പുറത്തേക്കേണ്ടി വരുന്നല്ലോ. വീട്ടിലാണ് കയറൂല, അത്ര കയറുള്ളൂ. സസ്പെൻഷൻ മാറിയിട്ട് വരും. നടക്കോ ഹോസ്റ്റേജ് 2 ദിവസത്തിന് ഇപ്പൊ കൊണ്ട് കാണിക്കണം. ഇപ്പൊ കാണിക്കണം. ഷട്ടറാക്കിട്ടാ ഇവിടെ എന്താ ബഗ്ഗായാ? ബഗ്ഗായടാ ഫ്ലഫി? എവിടെ എവിടെ? ഹലോ 2 ഹോസ്റ്റേജ് കാണിച്ചാ? ഹലോ കേട്ടൂടെ? ഹലോ 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 അതെന്താ വീടിന്റെ അകത്ത് പയാണോ? പായന്റെ അകത്ത് അതിന്റെ ഉള്ളിൽ പോലെ ഇങ്ങ് ബാക്കിറങ്ങ കാലില്ല. എന്തോ കാണിക്കുന്നേ? ഇനി റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ ഇവിടെ എത്ര നേരം കൊണ്ട് പറയുന്നേ? വെയിറ്റ് എല്ലാരും ഒരുമിച്ച് നേരത്തെ പറഞ്ഞു ഇവിടെ ഹോസ്റ്റേ ഉണ്ടെന്ന്. അപ്പൊ ഹോസ്റ്റേജ് നേരിട്ട് കാണിക്കണോ ഉണ്ടാക്കണോന്ന് പറഞ്ഞോണ്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തത്. കൺഫേം ആയിട്ട് പ്രോസസ് ചെയ്തിട്ടാണ്. അറിഞ്ഞില്ല കേട്ടില്ലെന്ന് പറഞ്ഞിട്ട്. അല്ല നമ്മളെ രണ്ടുപേരെ നിങ്ങളെ അകത്ത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നല്ലോ അവന്മാരെ. ഈ സാറൊന്നും എന്തോന്നും പറയാത്ത ഇതെന്താണ്? റെസ്പോണ്ട് ചെയ്യ സാറേ. ഹലോ ഹലോ അയ്യോ ഭാഷ കുടി. എടാ ഭാഷ കുണ്ട എങ്ങ് പുറത്തു വാ. എടാ ഞാൻ പറയട്ടെ, എല്ലാവരും ഇങ്ങോട്ട് പുറത്തേക്ക് വന്നാണ്. ഇങ്ങോട്ട് വാ. ഈ റോഡ് ഇവിടെ ഈ പിങ്കിലൊന്നാണ്. ബാക്ക് വാ എല്ലാരും. അവിടെ ഫ്രണ്ടിൽ നിൽക്കുന്നവന്മാരൊക്കെ ഇങ്ങോട്ട് ബാക്ക് വന്നാണ്. ഇങ്ങോട്ടാ ആരാടാ അവിടെ നിക്കുന്നേ മാസ്ക് ഇട്ടിട്ട്? ഇങ്ങോട്ട് വാ. ഈ പിങ്കില് വാ. അല്ല നിക്ക്. അമ്മമാര് കണക്കുള്ളത് കൊടുക്ക. വെയിറ്റ് ചെയ്യേ. അമ്മമാർക്ക് അവിടെ നിന്ന് ഇറങ്ങാനുള്ള ധൈര്യമല്ല. ഏതോ തീട്ട ഗ്യാങ്ങിലുള്ള കണ്ടികളാ അവിടെ കളിക്കുന്നത്. ഗ്യാങ് ആയിട്ടാ കളിക്കുന്നത്. കുറച്ചു പേർക്ക് പ്രശ്നം ഉണ്ടായിട്ടല്ല. അന്യനാണോ അണ്ടിയാണോ എന്നുള്ളതെല്ലാം മനസ്സിലായോ? ഇവിടെ നിന്ന് കുണച്ചിട്ട് കാര്യല്ല. കണ്ടി ഇവിടെ നിന്ന് പുറത്തിറങ്ങണം. എടാ അടിച്ചാടാ അവന്മാരെ കേറി അടിച്ചോ. ഇനി നോക്കണ്ട. മനസ്സിലായോ? കേറി എല്ലാത്തും അകത്ത് കയറി. നമ്മളാൾ തന്നെയാടാ നമ്മളടിച്ചത്. എടാ പട്ടിക്കൂട്ടി കേറിയടാ. ഊബ വന്നേക്കുന്നവന്മാര് കൊറേ വാണങ്ങള്. അയ്യോ അതല്ല ആരാടാ? നീ പുറത്തിറങ്ങണ. നീ എന്തിനാ സാറേ പീഡിയില് ഫയർ ചെയ്യണേ? സേഫ് സോൺ അറിയുന്നല്ലേ? എന്താ സാറേ ട്രിഗർ ആവല്ലേ? നിങ്ങളെന്തിനാ സിറ്റിസൺസിനെ അടിച്ചിരുന്നത് സാറേ? കൈവക്കി നിന്നോ എല്ലാ കുണ്ണാളെ അടിക്കും മയിലുകളെ. കൈവക്കി നിന്നോ ഇല്ലെങ്കിൽ മയില് ഇത് തിരിയുന്നില്ലല്ലോ ഇങ്ങോട്ട്. ഒരാൾ പുറത്തു വാ സാറേ. ഒരാൾ പുറത്തു വാ. എന്തൊരു കോമാളികളാ നീയൊക്കെ. ഈ പുണ്ടച്ചു പറഞ്ഞല്ലേ ഏതാടാ? കാർട്ടർ. കൂട്ടിനകത്തുള്ള കുത്തിപ്പട്ടിടാ. ജോസഫ് ഗുരുവിള സാറേ. നമ്മള് പീഡി അച്ഛൻ പീഡി സാറേ മേളത്തെ ലോബിയിൽ എല്ലാരും അടിച്ചു കഴിഞ്ഞു. സാറേ ഒരാൾ പുറത്തു വാ സാറേ. തുറക്കണ്ടോ? വെയിറ്റ് ആരാ വേറെ ലൈവില്? കിക്ക് ചെയ്താ പപ്പുനെ കിക്ക് ചെയ്ത് തോന്നിട്ടാ. അയ്യേ കുണ്ണാളെ കേറി ഒളിച്ചിരിക്കുന്നോക്കടാ അതിന്റെ ഉള്ളില്. മൊണ്ണാള് പേടിത്തൊണ്ടന്മാര്. ആ മുമ്പി ഒരാള്
നോക്ക എന്തായി ഇവനെന്താ പെണ്ണിന്റെ പുറത്താണ് കൂടെ എന്ത് മൂഞ്ചാനാന്നറ കൊറേ എണ്ണ സിറ്റിയിൽ ഒരു യൂസും ഇല്ലാത്ത കൊറേ എണ്ണം കേറിയിട്ടുണ്ട്. ഒരു ലോജിക് ഇല്ലാത്ത കൊറേ പൊട്ടന്മാരുണ്ട് സിറ്റിയിൽ. ഒരു ലോജിക്കൂല, ഒരു കുണ്ണയില്ല, ഒരു തന്തയില്ല, തള്ളിയില്ലാത്ത കൊറേ കണ്ട പൂറി മക്കൾ ഇറങ്ങിയിട്ടുണ്ട്. യൂസ്ലെസ് പൂറികള് കൊറേ അവരാടി പുണ്ടച്ച മക്കളെ പിടിച്ച് പീടി കയറ്റി വെച്ചിട്ടുണ്ട്. തള്ളയൊത്ത പുണ്ടച്ച മക്കള് നിന്റെ തന്തേന്റെ കാലിന്റെ ഇടയിൽ പോടാ പൊലയാടി. റോയിലെ കോമഡി കളിയാ ഇവിടെ. ഊമ്പിത്തരം കാണിക്കും, ഊമ്പിത്തരം. ഇങ്ങനെയാണ് ഊമ്പിത്തരം കാണിക്കണ്ടേ? ഇല്ല ഞാൻ പറയട്ടെ സാർ, ഞാൻ ഇന്ന് ഇപ്പൊ ഈ നോക്കി പറയണതിനൊന്നും ഒന്നും ഞാൻ പറയില്ല, മനസ്സിലായോ? ഇവന്മാര് ഗുണ്ടായിസ് അവിടെ ഈ പീടി. ഞാൻ നോക്കിയതിനോട് എപ്പോഴും മൗത്ത് കൺട്രോൾ ചെയ്യാൻ പറയാറുണ്ടായിരുന്നു. ഇവന്മാര് ഈ ഊമ്പിത്തരം കാണിക്കുന്നതിനൊന്നും ഇവിടെ ഈ മുണ്ടായിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൊണ കൊണ കൊണാന്ന് കൊണച്ചിട്ട് നമ്മൾ സൂ കാണാൻ വന്നത്. അതെന്താ മൃഗങ്ങൾ അപ്പുറത്ത് നിൽക്കണത്? പട്ടിയാ പൂച്ചയാ? അയ്യോ എടാ എങ്ങനെയാടാ ഇതൊന്ന് കാണുക? അയ്യോ എവിടെ നോക്കിയാലടാ കാണാ? ഒരു അഡ്മിന് പോലും ഇതില്ലടാ ലൈവ്. ഇവിടെയൊക്കെ എന്താ കൊണ്ടുപോയി അടിക്കുക? ആസ്ട്രിക്സ് അഡ്മിൻ POV എന്തെങ്കിലും അടിച്ചാൽ വരുമോ ഇതിലൊന്നും? എടാ എന്തൊരു അവസ്ഥയാടാ, ഇവന്മാരും ഇല്ലടാ. ആ ക്യാമറ മോഡ് അടിച്ചാൽ കിട്ടുമല്ലേ? നിനക്കാന്ന് ബ്രെയിന്റെ പ്രശ്നം. ഞാൻ പോയി ആ കിട്ടിയടാ മുത്തേ. അയ്യോ പുറത്തിറങ്ങിയത് ഓർമ്മയുള്ളൂ കേട്ടാ, പാവടാ. പേടിച്ചിട്ട് ഓടി നോക്കടാ കുണ്ണാള് മയില്. അയ്യേ ഇതിൽ ആരുടെ മേലെ? ഇവിടെ ആരടാ ചാറ്റ്? ഇത് നോക്ക്, ഇവിടെ എന്നാരോ അതിലല്ല പാളി നോക്കുന്നേ. എടാ എന്നെ ആരാടാ എന്നാലും അടിച്ചത്? നമ്മളെ കൂട്ടുന്ന ആരോടാ അടിച്ചത്? പപ്പു കേക്കൂല വന്നുണ്ട്. പപ്പു ലൈവ്. ആ പപ്പു ലൈവ് ഒന്ന് കണ്ടോട്ട്. സ്റ്റില് എത്ര പേരടാ ബാക്കി ഇവന്മാര്? ഇതൊക്കെന്തിനാ സിറ്റിസൺ എല്ലാം അടിച്ചിരുന്നേ? ഇവന് വയ്യേ ചാറ്റ്. ഇവന്തിനാ സിറ്റിസനൊക്കെ അടിച്ചിട്ട്? അപ്പൊ അതെന്തിനാ ചാറ്റിൽ തന്നെ? ഏത് കാര്യം ഓർമ്മയൊന്നുമില്ലല്ലോ. തിരിച്ചേരട്ടെ. ചെയ്ത് ഉള്ളിൽ കേറി എന്തെല്ലാം നടക്കുന്നു. എന്തൊക്കെ കാണണം. സിറ്റുവേഷൻ ഇത് ഏതാടാ അതിൻ്റെ ഇടയ്ക്ക് ഒരു തടിയൻ? അത് കണ്ടാ? അല്ല ഒരു അടിക്കലേ
ഓഫീസറെ ആ സാർ ഇവർക്ക് ലോ കൊടുത്തേ. നമ്മളെ സെല്ലാക്കാൻ നോക്കി അമ്മര് സെല്ലി കയറി പോന്നല്ലേടാ വാണകള്. ഇതെന്താ അച്ഛന്റെ താഴോടി എന്താടാ കുണ്ടെങ്ങുവാ ബാബാ കയറി 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 മുണ്ടച്ചോണ്ട് കൊണക്കാൻ പോയി അങ്ങോട്ട് പോയപ്പോ കേറടാ ചക്കായിയാണത് കേറി 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 ഒന്ന് കേറണം ഭൈര ഗണ്ണില്ലേ ഗണ്ണില്ലേ അത് വേണ്ട ഇടിച്ചു കൊന്ന പൂട്ടച്ചു എന്നാ ഇടിച്ചു കൊല്ലാം വാ പോട്ടെ. കണ്ണോളിക്ക് കടിച്ചിട്ടാ പൊട്ടരൊക്കെ ഇമാര് മനസ്സമാധാനായിട്ട് നടക്കണ കാണണല്ലോ സിറ്റിയില്. അത് ഏതടാ വാണങ്ങളാന്നടാ കുറച്ച് കുണ്ണാള് കഴിവില്ലാത്ത കുറച്ച് മൊണ്ണാള് അടി കൊള്ളുമ്പോ ഓടുന്നു ആത്തോട്ട് 100 വട്ടം ഹെൽപ്പിട്ട് ഒന്ന് മൈൻഡ് പോലും ആക്കിയില്ല ആരും. 100 വട്ടം പീടിനുള്ളിൽ കയറിയിട്ട് അടിച്ചു തോന്നുന്നു തന്നെ കഫ് ചെയ്തിട്ട്. കോമാളി സ്പൈഡർമാനോട് കഴിഞ്ഞോ വെയിറ്റ് വെയിറ്റ് എടാ ഇതെന്താ ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് എന്നെ ജിആർ അടിക്കുന്നത്? എടാ കണ്ടിയാളാടാ മനസ്സിലായ കഴിവില്ല അടി കൊള്ളുമ്പോ തൂറിയിട്ട് മൂടും പൊക്കി ഓടുന്നടാ അകത്തോട്ട്. ഈ മറ്റേ ഒളിച്ചിരുന്ന ബുള്ളറ്റ് പ്രൂഫ് വണ്ടിയെല്ലാം ഉള്ള അതിന്റെ അകത്തോട്ടാണ് ഒളിച്ചിരിക്കുന്നത്. അടി കൊണ്ട് തൂറി വന്നോണ്ടല്ലോ അവിടെ പുറത്ത് വന്നിട്ട് പാട്ട് പാടാ തന്താനാനാനാന് പിന്നെ അടിച്ചു. അല്ല അത് കേട്ടപ്പോൾ അതുവരെ ഞാൻ ഒന്നും പറഞ്ഞില്ല. പിന്നെ അവന്മാർക്ക് കോണ എന്തൊരു കോണ എന്നടാ അവന്മാര് അത്രേ ഉള്ളൂ. ഇതാ ഈ കണ്ടി ഇനി സിറ്റിയിൽ ഇല്ലല്ലോ വേറെ ലോയിൽ നിന്ന് ഈ കുണ്ടച്ച് മോനെ കിട്ടണടാ. ഈ കുണ്ണല്ല ഏതാന്നടാ ഈ ലിയോ കാർട്ടറൊക്കെ കുണ്ണ. എന്താണ് ടാക്കോയ് എന്തിട്ട് ടാക്കോയ് താങ്ക് യു ഫോർ ദ 500 കിക്ക് പോയിന്റ്. സ്പൈഡർമാനോട് സിറ്റുവേഷൻ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ? ഇവിടെ പീടിയും കാര്യാടിയാണെന്ന് പറഞ്ഞാൽ മതി. ഇല്ലല്ല 40 20 മിനിറ്റും കൂടി പടം തുടങ്ങാന്. ആ ചാറ്റ് ഞാൻ ഇറങ്ങട്ടെ ഇനി നിന്ന് കഴിഞ്ഞാൽ എന്റെ പടം കൊളാവും. ഞാൻ എന്റെ പാക്ക് ഓപ്പണിംഗ് ഒന്നും നടന്നില്ല. എന്തൊരവസ്ഥയാണ് എന്റെ. ഞാൻ അല്ലെങ്കിൽ ഒരു പരിപാടി ഞാൻ വിചാരിച്ചാൽ അത് നടക്കൂല. അത് അങ്ങനെ വരൂ. പിന്നെ എല്ലാരും അടുത്ത് ഇറങ്ങാൻ പറഞ്ഞിട്ടെ ആർപ്പ് കളിക്കുന്നവരുടെ അടുത്ത് എക്സൽ പോകുമല്ലോ കാര്യം അമ്മ ഇടയ്ക്കെങ്ങാണോ ചൊറഞ്ഞല്ലോ മനസ്സിലായി ലൂപ്പായി പോയിക്കൊണ്ടിരിക്കും. എടാ ഹലോ എടാ എല്ലാരും റേഡിയോയുള്ള എല്ലാരും കേൾക്കാനാണ് അറിയണത്. ഇവിടെ നിൽക്കണ്ട ഇനി മനസ്സിലായോ? ഇവിടെ നിന്ന് ഇറങ്ങിക്കോ. ഇനി നമ്മളെല്ലാരും ഇറങ്ങുമ്പോ അവന്മാർ ഇതേമാതിരി കുണച്ചോണ്ട് വരും. ആർ പി എന്തെങ്കിലും ചെയ്യാണ്ടെന്നുണ്ടെങ്കിൽ എക്സൽ എന്തെങ്കിലും പോയി കയറിയാൽ മതി. ഇറങ്ങിക്കോ ബൈ ബൈ ബൈ. എടാ ഇസ്മായിലേ എന്തൊരു കഷ്ടാണ്. ഇസ്മായില് നീ ലൈവ് സ്റ്റാർട്ട് ചെയ്ത് നിന്റെ ആവറേജ് കംപ്ലീറ്റ് ആയിട്ടില്ല പറഞ്ഞില്ലായിരുന്നോ? പെട്ടെന്ന് തന്നിട്ട് വേണം പോവാൻ. ഗൈസ് കുറച്ച് നേരം മനസ്സിലായോ? കുറച്ച് നേരം ഇസ്മായിലിന്റെ ഒപ്പം ഇസ്മായിലിന് മാത്രമാണ് കംപ്ലീറ്റ് ആക്കാത്തത്. നമ്മളിൽ ഇനി ഇസ്മായിലും കിഡുമാണ് കംപ്ലീറ്റ് ആക്കാത്തത്. ബാക്കിയുള്ളവരൊക്കെ ആവറേജ് കംപ്ലീറ്റ് ആയിക്കണം ഗൈസ്. ഡ്രീമിനൊക്കെ ഹോസ്റ്റ് കൊടുത്തിട്ട് എന്തിനാ? അവർക്കൊന്നും ഈ 30 hours